നമുക്കൊന്ന് നാളെ ഗുരുവായൂർ പോയി വന്നാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ, കണ്ണടച്ച് യെസ് പറഞ്ഞേ. ഞാനും ഹരിയും കൂടെ പിറ്റേന്ന് രാവിലെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിലേക്ക് പോവുക കേട്ടോ. അതിരാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അച്ഛനാണ് ഞങ്ങളെ KSRTCയിലാക്കി തന്നത് കേട്ടോ. ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയാണിത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള എല്ലാ ചിലവുകളും ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെത്തി. അതിരാവിലെ ആണെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബസ് വരെ ഇനിയും ടൈം എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇന്നെൻ്റെ മുഖത്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എൻ്റെ മുഖത്തൊരു ആനക്കുരുണ്ട്. ക്യാമറയിൽ അത് കാണുന്നില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല വലുതാണേ. കുരുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു യാത്രയൊക്കെ ഉണ്ടാകുമ്പം പ്രത്യേകമായിട്ട് ഉണ്ടാകുന്ന ഒരു കുരുവാട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ ബസ് അപ്പോഴേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഈ ബസ് കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 6:45 എടുക്കുന്ന പ്രിയദർശിനി ബസ്സാണേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. ഒരുപാടുണ്ടായിരുന്നത് സ്ത്രീകൾ തന്നെയാട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. 6:45 കയറിയ ഞങ്ങൾ ഒരു 9:45 ആകുമ്പോൾ ഗുരുവായൂർ എത്തിയേ. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോവുകയാണേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് തൊഴാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത്ര ദൂരത്തുനിന്ന് കണ്ണനെ കാണാൻ വന്നതല്ലേ, അങ്ങനെ കണ്ണനെ നമ്മൾ ഒഴിവാക്കി വിടാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ കണ്ണനെ കണ്ടു, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്കുള്ള ബസ് കയറിയേ. അച്ഛൻ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു 7:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നത്തെ ഒരു ദിവസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഗുരുവായൂർ പോയിട്ട് കണ്ണനെ കണ്ടു. ഒരുപാട് സന്തോഷമായി. അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ.